നമസ്കാരം, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മിക്കവാറും വീടുകളിൽ ഓരോരാൾക്ക് ഒന്നിലധികം ചെരുപ്പുകൾ കാണും. ഇവ മിക്കവാറും പ്രധാന വാതിലിൻ്റെ അടുത്ത് തന്നെയാവും സൂക്ഷിക്കുക. പ്രധാന വാതിലിൻ്റെ കൃത്യം മുന്നിൽ തന്നെ ചെരുപ്പ് അഴിച്ചു വെക്കരുത്. വാസ്തുപ്രകാരം വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ പടിഞ്ഞാറ് ദിശയിലാണ് ഷൂ റാക്ക് വെക്കേണ്ടത്. വാതിലിന് അല്പം മാറി വശങ്ങളായി വെക്കാം. വടക്കും കിഴക്കും ഇവിടെ ഷൂ റാക്ക് വെക്കുന്നത് വാസ്തുദോഷത്തിന് കാരണമാകും. പൂജാമുറിക്ക് സമീപത്തോ വീടിൻ്റെ മധ്യഭാഗത്തോ ചെരുപ്പ് വെക്കരുത്. തുറന്ന ഷൂ റാക്കിന് പകരം വാതിലുള്ളവ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കീറിയതോ ഉപയോഗിക്കാത്തതോ ആയ പഴയ ചെരുപ്പുകൾ വീട്ടിൽ സൂക്ഷിക്കരുത്. ഇത് സാമ്പത്തിക തടസ്സങ്ങളുണ്ടാകും. ചെരുപ്പുകൾ എപ്പോഴും വൃത്തിയായി ഒതുക്കി വെക്കുക. ചിതറിത്തെറിച്ച് കിടക്കുന്നതും അലങ്കോലവും ദൗർഭാഗ്യവും കൊണ്ടുവരും. വാസ്തുപ്രകാരം ഷൂ റാക്ക് ശരിയായ ദിശയിലാണ് വെക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഭാഗ്യവും കൊണ്ടുവരും. തെറ്റായ സ്ഥാനവും വളർച്ചയും അവസരങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. സ്ഥലമില്ലാത്തവരാണെങ്കിൽ പ്രധാന വാതിൽ സൂക്ഷിക്കുക എന്നതാണ് ഏക പോംവഴിയെങ്കിൽ ഷൂ റാക്ക് വാതിലിന് പുറത്ത് വെക്കുക. ഷൂ റാക്കുകൾ അകത്തെ പ്രവേശന കവാടത്തിൽ അടുത്തു വെക്കുന്നത് ഒഴിവാക്കുക. ഷൂ റാക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ വെക്കുക. നിങ്ങളുടെ ഷൂ റാക്കുകൾക്ക് വീടിൻ്റെ സ്വീകരണ മുറിയിൽ ഒരു സ്ഥാനം കണ്ടെത്തുക. ഷൂ റാക്ക് വെക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥാനം പ്രധാന ഹാളിൻ്റെയോ വരാന്തയുടെയോ തെക്ക് പടിഞ്ഞാറേ മൂലയാണ്. വൃത്തിഹീനമായ ഷൂ റാക്കുകൾ വീട്ടിൽ നിഷേധാത്മകത വർദ്ധിപ്പിക്കുന്നതിനാൽ നിങ്ങളുടെ ഷൂ റാക്കുകൾ വൃത്തിയായും നന്നായി അടുക്കിയും സൂക്ഷിക്കുക. ജോലി എളുപ്പമാവുന്നതിന് നിങ്ങളുടെ ഷൂസുകൾ നന്നായി അടുക്കി സൂക്ഷിക്കുക. വൃത്തിയായി സൂക്ഷിക്കുന്നത് വാസ്തു മാത്രമല്ല, ആരോഗ്യമായ പരിസ്ഥിതിക്കും അത്യന്താപേക്ഷിതമാണ്. അലങ്കോലമായ ഷൂസ് നിങ്ങളുടെ സ്ഥലത്തെ വൃത്തിഹീനമാക്കുന്നു. കൂടാതെ പ്രവേശന കവാടത്തിലോ കിടപ്പുമുറിയിലോ നിങ്ങളുടെ ഷൂ റാക്കുകൾ വെക്കുന്നത് അരോചകമായ ലുക്ക് നൽകും. വീടിൻ്റെ പ്രവേശന കവാടത്തിൽ ഒരിക്കലും ഒരു ഷൂ റാക്ക് വെക്കരുത്. കാരണം പ്രധാന വാതിൽ ലക്ഷ്മി ദേവി വസിക്കുന്ന സ്ഥലമാണ്. പ്രധാന വാതിലിൻ്റെ അകത്ത് വെക്കുന്ന റാക്ക് തടസ്സം സൃഷ്ടിക്കുകയും മനസ്സിൽ സമ്മർദ്ദം സൃഷ്ടിക്കുകയും പണത്തെ തടയുകയും ചെയ്യും. പ്രധാന വാതിലിന് മുന്നിൽ ഒരിക്കലും ഷൂ റാക്ക് അടുക്കി വെക്കരുത്. ഷൂ റാക്ക് ഒരിക്കലും കിടപ്പുമുറിയിൽ വെക്കരുത്. അത് വ്യക്തിബന്ധങ്ങളിൽ സമാധാനവും ഐക്യവും തകർക്കും. വടക്ക്, തെക്ക്, കിഴക്ക് അല്ലെങ്കിൽ കിഴക്ക് ദിശകളിൽ ഒരിക്കലും ഷൂ റാക്ക് വെക്കരുത്. വീട്ടിൽ ഐശ്വര്യവും സമാധാനവും സൃഷ്ടിക്കുന്നതിന് കിഴക്ക് ഭാഗം വൃത്തിയായി സൂക്ഷിക്കുക. ഇവിടെ ചൂൽ, ഷൂ റാക്കുകൾ മുതലായവ സൂക്ഷിക്കുന്നത് ഒഴിവാക്കുക. ലിവിംഗ് റൂമിൽ ഷൂ റാക്ക് വയ്ക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം തെക്ക് പടിഞ്ഞാറേ മൂലയാണ്. പ്രവേശന കവാടത്തിനടുത്ത് ഒരു ഷൂ റാക്ക് വെക്കാം, പക്ഷേ അത് വാതിലിന് പുറത്തായിരിക്കണം. പടിഞ്ഞാറ് അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ദിശയിൽ വെക്കുന്നതാണ് നല്ലത്. വീട്ടിനകത്ത് ചെരുപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകമായി ചെരുപ്പ് ഉപയോഗിക്കണം. അത് പുറത്തുപയോഗിക്കരുത്. വീടിൻ്റെ അകത്ത് ഉപയോഗിക്കുന്ന ചെരുപ്പ് അണുനാശിനികൾ അടങ്ങിയ ടിഷ്യൂ പേപ്പറുകൾ ഉപയോഗിച്ച് സോളുകൾ തുടച്ച് വൃത്തിയാക്കണം. ചെരുപ്പുകൾ ഉപയോഗിക്കുന്നത് പതിവാണെങ്കിൽ വീടിൻ്റെ തറ വൃത്തിയാക്കുന്നത് പതിവാക്കുക. ഫ്ലോറിങ്ങിന് വലിയ കേടുപാടുകൾ ഉണ്ടാക്കാത്ത ചെരുപ്പുകൾ വീടിനകത്ത് ഉപയോഗിക്കാം. പതിവായി ചെരുപ്പ് ഉപയോഗിക്കുന്ന വീടുകളിൽ കാർപ്പറ്റുകൾ ആഴ്ചയിൽ 2-3 തവണയെങ്കിലും വൃത്തിയാക്കുക. ജ്യോതിഷത്തിൽ പറയുന്നത് മനുഷ്യൻ്റെ കാലുകൾ രാഹുവിൻ്റെയും ശനിയുടെയും നിയന്ത്രണത്തിലാണ് എന്നാണ്. ഇവ രണ്ടും മനുഷ്യൻ്റെ കരുത്തിനെയും ആത്മവിശ്വാസത്തെയും മാനസികാവസ്ഥയും സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളാണ്. അതിനാൽ ചെരുപ്പിൻ്റെ നിറം, രൂപം, വൃത്തി എന്നിവ ജീവിതത്തിലെ കരുത്തിനെയും തടസ്സങ്ങളെയും സ്വാധീനിക്കും. വാസ്തുപ്രകാരം ചില നിറങ്ങൾ ചെരുപ്പിന് ഏറ്റവും അനുയോജ്യവുമാണ്. കറുപ്പ് നിറം ശനിയുടെ ശക്തി വർദ്ധിക്കുകയും മാനസിക സ്ഥിരത നൽകുകയും ചെയ്യും. തവിട്ട് നിറം നിലനിൽപ്പിനെയും ഭദ്രതയെയും ശക്തിപ്പെടുത്തും. വെള്ള നിറം മനസ്സിന് ശുദ്ധിയും സമാധാനവും നൽകും. ചുവന്ന ചെരുപ്പുകൾ ചൊവ്വാഗ്രഹത്തിൻ്റെ തേജസ്സിനെ കുറയ്ക്കുകയും അതിലൂടെ വഴക്ക്, പെട്ടെന്നുള്ള പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകുമെന്നാണ് വിശ്വാസം.
വ്യാഴത്തിൻ്റെ പ്രതീകമായ മഞ്ഞ നിറം കാലിൽ ധരിക്കുമ്പോൾ ധനനഷ്ടത്തെയും കുടുംബകലഹവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. പഴക്കം ചെന്ന ചെരുപ്പുകളും വൃത്തിഹീനമായ ഷൂസുകളും ജീവിതത്തിലെ ശനി രാഹു ദോഷങ്ങളെ വർദ്ധിപ്പിക്കും. ചെരുപ്പിൻ്റെ ശുദ്ധി, നിറം, ഉപയോഗരീതി എന്നിവ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ്. മനുഷ്യൻ്റെ പാദത്തെ സ്പർശിക്കുന്ന ഓരോ വസ്തുവിനും അവൻ്റെ ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് ജ്യോതിഷത്തിൽ പറയുന്നത്. കിടക്കയ്ക്ക് അടിയിൽ ഷൂ വെക്കുന്നത് ഒഴിവാക്കുക. ഇത് ഉത്കണ്ഠ, ഉറക്കമില്ലായ്മ എന്നിവ വർദ്ധിപ്പിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. എല്ലാവർക്കും നമസ്കാരം.